അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. ബഹുമാന്യരായ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിനെ അറിയുവാനുള്ള മാർഗത്തിൽ നാം കുറേ ക്ലാസ്സുകൾ പിന്നിട്ട് കഴിഞ്ഞു. കുറേ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടു. നാം അവസാനത്തെ ക്ലാസ്സിൽ 9-ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞു വച്ചത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ ആറാഫ് 7-ാമത്തെ അധ്യായം അതിലെ 172, 173 വചനങ്ങളെ പഠന വിധേയമാക്കിക്കൊണ്ടാണ്. ആ ആയത്ത് ആഴത്തിൽ ഗ്രഹിക്കേണ്ട ഒരു ആയത്താണ്, 2 ആയത്തുകളാണ് എന്ന് നാം സൂചിപ്പിച്ചു. ഒരു വലിയ യാഥാർത്ഥ്യം, ഹക്ക് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ആ വചനങ്ങൾ. അഥവാ ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജനിക്കുന്നത് അള്ളാഹുവിനെ അറിയുന്നവനായിട്ടാണ്, റബ്ബിനെ അറിയുന്നവനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്. ആ ഒരു സംഗതിക്ക് റബ്ബിനെ അറിയുന്നു എന്നതിന് അവനെ തന്നെ സാക്ഷിയാക്കിയിട്ടുമുണ്ട് എന്നതാണ് ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആല വഅശ്ഹദഹും അലാ അൻഫുസിഹിം, അവരുടെ ആത്മാവുകളെ അതിന് സാക്ഷി നിർത്തി, അവരെ സാക്ഷി നിർത്തി. എന്നിട്ട് അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ് എന്ന് റബ്ബ് ചോദിച്ചു. പാലു, എല്ലാ ആത്മാക്കളും പറഞ്ഞു, ബല, അതെ, വഷഹിദന, ഞങ്ങൾ സാക്ഷികളാണ്. ബല വഷഹിദന, അതേ, ഞങ്ങൾ സാക്ഷികളാകുന്നു. അങ്ങനെ റബ്ബിൻ്റെ സാന്നിധ്യത്തെ ബോധ്യപ്പെടുത്തി സാക്ഷ്യം നിർത്തിയവനായിട്ട് ജനിച്ചു. ഈ ഭൂമിയിൽ റബ്ബിനെ അറിയുന്നവനായി ജനിച്ചു. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം ഉണർത്തി. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ആ ഒരു ഫിത്രത്തിലാണ്, അൽ ഫിത്രയിലാണ് ഓരോ മനുഷ്യനും ജനിച്ച് വീഴുന്നത്, ഭൂമിയിൽ ജനിക്കുന്നത്, എല്ലാ കുഞ്ഞും ജനിക്കുന്നവൻ. എന്താണ് അൽ ഫിത്രത്ത്? ശുദ്ധപ്രകൃതം എന്ന് പറഞ്ഞാൽ എന്താണ്? സർവസ്വവും റബ്ബിന് സമർപ്പിച്ചവനായി ഈ ഭൂമിയിൽ ജനിക്കുക, മുസ്ലിമായി. മുസ്ലിം എന്ന് പറഞ്ഞാൽ റബ്ബിന് സമർപ്പിച്ചവൻ. അങ്ങനെ റബ്ബിന് കീഴ്പ്പെട്ടവനായി, സമർപ്പിച്ചവനായി ഭൂമിയിൽ പിറന്നു വീഴുന്നവൻ, അതാണ് ആ ശുദ്ധമായ പ്രകൃതി. ആ ഒരു പ്രകൃതിയിൽ തന്നെയായിരിക്കണം, ആ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം ഓരോ മനുഷ്യനും തുടർന്നും ജീവിക്കേണ്ടത്. അവൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഉള്ള വളർച്ചകളിലും അവൻ്റെ ഓരോ യോഗ്യതകൾ കടന്നു വരുമ്പോഴും അവൻ എത്ര വലിയവനാകുമ്പോഴും, ഏതൊരു സ്ഥാനം അലങ്കരിക്കുന്നവനാണെങ്കിലും ആ ഒരു സമർപ്പണത്തിൻ്റെ മാർഗത്തിൽ ശുദ്ധമായ പ്രകൃതി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആയിരിക്കണം, റബ്ബിനെ അറിഞ്ഞുകൊണ്ടുള്ള ജീവിതമായിരിക്കണം അവൻ കാത്തു സൂക്ഷിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അർ-റൂം സൂറത്തിൽ 30-ാമത്തെ അധ്യായം 30-ാമത്തെ വചനം അതിൽ സൂചിപ്പിക്കുന്നു, ഫഅഖിം വജ്ഹക ലിദ്ദീൻ, ദീനിന് നിന്റെ മുഖത്തെ നീ നേരെ നിർത്തുക, ദീനിലേക്ക് നിന്റെ മുഖത്തെ തിരിച്ചു നിർത്തുക. ദീൻ അഥവാ ഇസ്ലാം, സമർപ്പണത്തിൻ്റെ മാർഗത്തിൽ, സർവസമർപ്പണവും ചെയ്ത ഒരു ജീവിതത്തിൻ്റെ മാർഗത്തിലേക്ക്, റബ്ബിന് സമർപ്പിച്ചവനായി അതിലേക്ക് നിന്റെ മുഖത്തെ നീ തിരിക്കുക. ആ ദീനിന് ഹനീഫൻ, നേർക്കുനേരെ, വക്രതയില്ലാതെ, വളവില്ലാതെ. ഫിത്രത്തല്ലാഹില്ലത്തി ഫത്തറന്നാസ അലൈഹ, ആ ഒരു പ്രകൃതിയിലാണ്, ശുദ്ധ പ്രകൃതിയിലാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ലാ തബ്ദീല ലിഖൽഖില്ലാ, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് മാറ്റത്തിരുത്തലുകൾ സാധ്യമല്ല. അതങ്ങനെ തന്നെയാണ് അള്ളാഹു സൃഷ്ടിച്ചത്. ദാലിക ദീനുൽ ഖയ്യിം, നേരായ ദീൻ അള്ളാഹുവിന് നേരെ സമർപ്പിച്ചുകൊണ്ടുള്ളതാണ്. ദാലിക അദ്ദീൻ, അതാണ് ദീൻ അൽ ഖയ്യിം, നേരെയുള്ള, അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ടുള്ള, സർവസ്വവും അവന് സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ,
പക്ഷെ അധികം ആളുകൾക്കും ഈ സമർപ്പണത്തിൻ്റെ മൂല്യമറിയില്ല, അതിൻ്റെ മാധുര്യമറിയില്ല, അതിൻ്റെ ആനന്ദമറിയില്ല. എന്താണ് റബ്ബിന് സമർപ്പിച്ചാലുള്ള എല്ലാ കാര്യങ്ങളും സമർപ്പിച്ചാലുള്ള അതിൻ്റെ ഒരു മഹത്വം, അതിൻ്റെ ഒരു ആനന്ദം തിരിച്ചറിഞ്ഞിട്ടില്ലാത്തവരാണ് അധികം ആളുകളും. അതിനാൽ റബ്ബിലേക്ക് സമർപ്പിച്ചവനാകണം. ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും അവൻ എത്ര വലിയവനാണെങ്കിലും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. റബ്ബിലേക്ക് സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ ആരാണ് റബ്ബ്? ആ റബ്ബിനെ തിരിച്ചറിയുക എന്നത് പ്രധാനപ്പെട്ടതാണ്. നമുക്കൊരു സൃഷ്ടി നൽകിയവൻ, നമ്മെ വളർത്തിക്കൊണ്ടിരിക്കുന്നവൻ, വളർത്തി വലുതാക്കുന്നവൻ, നമുക്കൊരു രൂപം നൽകിയവൻ, നമ്മെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നവൻ, യുഹ്യി, നമ്മുടെ ഹൃദയം മിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നവൻ, നമ്മുടെ ശ്വാസം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവൻ, ഉറക്കുന്നവൻ, ഉണർത്തുന്നവൻ, നമുക്ക് ആഹാരം ഉറപ്പുവരുത്തുന്നവൻ, ആഹാരം നൽകുന്നവൻ, റാസിഖ് അല്ലാഹുവാണ്. ഓരോരുത്തർക്കുമുള്ള റിസ്ക്, ആഹാരം ഉറപ്പുവരുത്തുന്നവൻ, ഉപജീവനം സാധ്യമാക്കുന്നവൻ, അവനാണ് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അക്കാര്യം ഉണർത്തുകയാണ്. അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചവൻ അവൻ എനിക്ക് വഴി കാണിച്ചു തരും. ഈ ദുനിയാവിൽ എത്ര കാലം ജീവിക്കുന്നുവോ ആ ജീവിതകാലം മുഴുവനും എനിക്ക് വേണ്ടതെല്ലാം, അതിലേക്കെല്ലാം എന്നെ വഴി കാണിച്ചു. എൻ്റെ ജീവിതാവസാനം വരെ, അതിനുശേഷം എൻ്റെ പരലോകത്തെ മോക്ഷത്തിലേക്കും വഴി കാണിക്കുന്നവൻ, ദുനിയാവിൽ നല്ലൊരു ജീവിതത്തിലേക്ക് മാർഗം കാണിക്കുന്നവൻ എന്നെ സൃഷ്ടിച്ചവനാണ്. വല്ലദീ യുത്ഇമുനി വയുസ്ഖീൻ, എനിക്ക് ആഹാരം, എന്നെ ഭക്ഷിപ്പിക്കുന്നവൻ അവനാണ്. വയസ്ഖീനി, എന്നെ കുടിപ്പിക്കുന്നവൻ അവനാണ്. എന്താണ് ഈ പറയുന്നത്? റബ്ബിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ മാർഗം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വചനമായി പ്രഖ്യാപിച്ചതായി വിശുദ്ധ ഖുർആൻ ഉണർത്തുകയാണ്. വൈദാ മരിദതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ അവൻ എനിക്ക് ശിഫ തരും. എന്തൊരു ദൃഢമായ ബോധ്യം! ആ ഒരു സമർപ്പണത്തിൻ്റെ പാത സ്വീകരിച്ചുകൊണ്ടായിരിക്കണം ഏതവസ്ഥയിലും മനുഷ്യൻ എന്നുണർത്തുകയാണ്. എന്നാൽ എപ്പോഴാണ് നാം തെന്നിപ്പോയത്? സമർപ്പണത്തിൽ നിന്ന് മാറിപ്പോയത് എവിടെയാണ്? എല്ലാം നമ്മുടെ ചുമലിൽ ഭാരമായി വരുന്നത് എപ്പോഴാണ്? ആ തെന്നിയ കാരണം നാം തിരിച്ചൊന്നറിയണം. നാം ആദ്യം സൂചിപ്പിച്ചു റബ്ബിനെ അറിയാൻ ഇഖ്റഇൻ്റെ വചനങ്ങൾ. ആദ്യമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങിയ ആദ്യ വചനങ്ങളായ 5 വചനങ്ങൾ, ഇഖ്റ ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിൻ്റെ നാമം വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ വചനം 5 വചനങ്ങൾക്ക് ശേഷം 6-7 വചനങ്ങൾ സൂചിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. കല്ലാ, നിസ്സംശയം, ഇന്നൽ ഇൻസാന ലയത്ഗ, തീർച്ചയായും മനുഷ്യൻ അതിരുവിട്ടു പോകുന്നു, അതിരുവിടുകയാണ്, പരിധി വിടുകയാണ്. അവനൊരു സൃഷ്ടി എന്നതിൽ നിന്ന് അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ, അവൻ്റെ അടിമയായ ആ ഒരവസ്ഥയിൽ നിന്ന് അവൻ പരിധി വിട്ടുയർന്നു പോകുന്നു. അൻറആഹുസ്താന, എന്താണത്? അവൻ സ്വയം പര്യാപ്തനായി അവനെ കണ്ടു. സ്വയം പര്യാപ്തനായി, റബ്ബിനെ ആവശ്യമില്ലാത്തവനായി, എല്ലാം നേരെയാക്കുന്നവൻ മനുഷ്യൻ തന്നെയായി മാറി. ആ ഒരവസ്ഥ, ഇസ്തിഗ്നാ, സ്വയം പര്യാപ്തനാണെന്ന ബോധം അവൻ അതിക്രമത്തിലേക്ക് എത്തിച്ചു. ഇന്ന ഇലാ റബ്ബിക റുജ്അ, തീർച്ചയായും നിന്റെ റബ്ബിലേക്കാണ് നിന്റെ മടക്കം. ഈ ഭൂമിയിൽ നിന്റെ ശരീരമാകുന്ന കൂടൊഴിഞ്ഞ് തിരിച്ച് റബ്ബിലേക്ക് പോകുന്നവൻ, ആ ആത്മാവ് അവനിലേക്ക് തന്നെ തിരിച്ചു പോകും. അവനിലേക്ക് തന്നെ യാത്ര പോകും. ആ സാക്ഷ്യവുമായി, റബ്ബിനെ അറിയുന്ന സാക്ഷ്യവുമായി
അന്ന് നീ തിരിച്ചറിയും. അതുകൊണ്ട് അതിരുവിട്ടു പോകുന്നതാണ് ഈ ഒരു സമർപ്പണത്തിൻ്റെ മാർഗത്തിൽ നിന്നും റബ്ബിൽ നിന്നും അകന്ന് മറന്നു പോകുന്ന സാഹചര്യത്തിലേക്ക് അവൻ എത്തിപ്പെട്ടത്. എന്താണ് ഇസ്തിഗ്നാ? ഒരു പ്രത്യേക മാനസിക അവസ്ഥയാണിത്. മനുഷ്യൻ്റെ ചില മാനസിക അവസ്ഥയാണിത്. എന്താണത്? എൻ്റെ കാര്യം ഞാൻ തന്നെയാണ് എല്ലാം നിവർത്തിക്കുന്നവൻ, ആരുമില്ല, ഞാൻ മതി, എൻ്റെ അറിവ് കൊണ്ടാണ്, ഞാൻ നേടിയ അറിവ് കൊണ്ടാണ്, എല്ലാം എൻ്റെ യോഗ്യതയാണ്, എൻ്റെ യോഗ്യത കൊണ്ട് നേടിയതാണ്, ഞാൻ നേടിയത് എൻ്റെ കൗശലം, എൻ്റേതാണെല്ലാം, ഞാൻ വിചാരിക്കണം. ഈ ഒരവസ്ഥ സ്വയം പര്യാപ്തനാണെന്ന റബ്ബിൽ നിന്ന് മുറിഞ്ഞു പോയവനായി മാറി. അവൻ തന്നെ സ്വയം നിൽക്കാൻ പ്രാപ്തനാണെന്ന ഒരു തോന്നലിൽ റബ്ബിൻ്റെ അഥവാ ആകാശത്ത് പറന്ന് കളിക്കുന്ന ഒരു കടലാസ് പട്ടം, അതൊരു കുട്ടിയുടെ കയ്യിലുള്ള നൂലുകൊണ്ടാണ് എന്നത് മറന്ന് ആ നൂല് ഛേദിച്ച് കളഞ്ഞ പട്ടം പോലെ സ്വയം പര്യാപ്തനായി നിൽക്കുകയാണ്. അള്ളാഹുവിനെ മറന്നു. എല്ലാത്തിനും വഴി വഹുവയഹ്ദീൻ, എല്ലാത്തിലേക്കും വഴി കാണിക്കുന്നവൻ, ഇതിലേക്കെല്ലാം വഴി കാണിച്ചു തന്നവൻ, അതിലേക്കെല്ലാം എന്നെ കൈപിടിച്ചു കൊണ്ടുപോയവൻ റബ്ബാണെന്നതവൻ മറന്നു. അതാണ് ഇസ്തിഗ്നാ. എല്ലാത്തിനും കാരണക്കാരനായ റബ്ബിനെ മറന്ന് ഒരു കാരണത്തിലേക്കെല്ലാം ചേർക്കുകയാണ്. ഒരു രംഗത്തും റബ്ബിനെ ഓർമ്മയില്ല, റബ്ബിനെ മറന്നു പോവുകയാണ്. അത് ഇന്നത് ഞാൻ ചെയ്തുകൊണ്ടുണ്ടായതാണ്, അത് ഇങ്ങനെ ആക്കിക്കൊണ്ടുണ്ടായതാണ്, അത് ഞാനിങ്ങനെ മുൻകൂട്ടി ചെയ്ത് ആസൂത്രണം ചെയ്തുകൊണ്ട് കണ്ടെത്തിയതാണ്, ആ ഡോക്ടർ ഉള്ളതുകൊണ്ടാണ് അയാളെ എനിക്ക് അത് എത്തിച്ചത്, അല്ലെങ്കിൽ ആ ഡ്രൈവറെ കരുത്താണ്. എന്നെ രക്ഷപ്പെടുത്തുന്നവൻ ഹഫീളായ റബ്ബ് അതിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കിത്തരികയാണ്, കാരണങ്ങൾ ഉണ്ടാക്കിത്തരികയാണ് എന്ന ബോധമില്ലാതെ കാരണങ്ങളിലേക്കെല്ലാം ചേർത്ത് ഞാനങ്ങനെ എല്ലാം എന്ന് ഒരുങ്ങിയിട്ടുണ്ട്, ഇതൊന്നും ഇങ്ങനെയാകാൻ ഇപ്പോൾ ശരിയായി എന്നൊക്കെ ഞാനിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന റബ്ബിൽ നിന്നും ഒരു ഞാനിലേക്കുള്ള മടക്കത്തിൻ്റെ സമർപ്പണത്തിൻ്റെ അകലം എന്ന് പറയുന്നത്. ഇസ്ലാം മുസ്ലിമാവുക എന്നതിൻ്റെ അകലം എന്ന് പറയുന്നത്. അതിൽ നിന്ന് തിരിച്ചു വരണം, മടക്കം വരണം. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. എങ്ങനെയാണ് ആ മടക്കം? റബ്ബിലേക്ക് തന്നെ തിരിച്ചു പോകട്ടെ. എല്ലാം റബ്ബിനാൽ സംഭവിക്കുന്നവനാണ്. ലാ ഖുവ്വത ഇല്ലാ ബില്ലാ. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തി സ്വയമായി എനിക്ക് നേടാൻ കഴിയുന്ന ഒന്നുമില്ല. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവില്ല, ശക്തിയില്ല, ലാ ഹൗലില്ല, ഒരു ചേഞ്ച് ആവാൻ സാധ്യമല്ല, ലാ ഖുവ്വത, ഒരു പവറില്ല, ഒരു ശക്തിയില്ല എന്നത് ബോധ്യപ്പെടാൻ അവന് സാധിക്കണം. ശുദ്ധ ഖുർആൻ ഒന്നുകൂടെ ഉണർത്തുകയാണ്. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ. മനുഷ്യൻ കാണുന്നതല്ലേ? അവലം യറൽ ഇൻസാൻ, അവന് ബോധ്യപ്പെട്ടതല്ലേ, കണ്ടതല്ലേ? അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ, ഒരു നുത്ഫത്തിൽ നിന്നാണ്, ഒരു ഏക കോശത്തിൽ നിന്നാണ് അവനെ നാം സൃഷ്ടിച്ചത് എന്ന്. ഫൈദാ ഹുവ ഖസീമും മുബീൻ, എന്നിട്ട് അവൻ വ്യക്തമായ ഒരു കുതർക്കിയായി മാറുന്നു, തർക്കക്കാരനായി മാറുന്നു, വാഗ്വാദത്തിൻ്റെ ആളായി മാറുന്നു. എപ്പോഴാണ് തർക്കത്തിൻ്റെ പ്രസക്തി വരുന്നത്? എൻ്റേത് ശരിയെന്ന ബോധം, ഞാനാണെല്ലാം, മറ്റതൊക്കെ എല്ലാം മോശം എന്ന ഒരു ശുദ്ധിയുടെ ആളായി, പരിശുദ്ധനായി, ഞാനൊരു പരിശുദ്ധനായി മാറുന്ന, ബാക്കിയെല്ലാം തെറ്റാണ്, എൻ്റേത് പൂർണ്ണമാണ് എന്ന ബോധം, അതിന് നല്ല തർക്കമുണ്ടാകുന്നത്. അല്ലെങ്കിൽ ആലോചിക്കാമെന്ന് പറഞ്ഞു വിടാവുന്നതല്ലേ ഉള്ളൂ, നമുക്ക് പരിശോധിക്കാമെന്ന് പറയാവുന്നതല്ലേ ഉള്ളൂ, ഓരോരുത്തരും അവൻ്റെ അറിവിനനുസരിച്ച് നിൽക്കാവുന്നതല്ലേ ഉള്ളൂ. ഈ തർക്കത്തിൻ്റെ പ്രസക്തി ഈ ഒരു ഞാൻ എന്ന ഭാവത്തിൽ നിന്നാണ്. വല്ലറബലന മസലൻ, തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, സൂറത്ത് യാസീനിലാണിത്, 77-78 വചനം. വല്ലറബലന മസലൻ, അവൻ നമുക്കൊരു മോഡൽ സൃഷ്ടിക്കുകയാണ്.
റബ്ബിനൊരു മോഡൽ ഇതാ, റബ്ബ് ചെയ്യുന്നത് പോലെ ഇതാ, ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇതാ നിവർത്തിച്ചു പോരുന്നു, എൻ്റെ യോഗ്യത കൊണ്ട് ഞാനിതൊക്കെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു പോരുന്നു. വൈദാഹുവ വനസിയ ഖൽഖഹു, അവൻ്റെ സൃഷ്ടിപ്പിനെ അവൻ മറന്നുപോയി, അവൻ സ്വയം ഒരു മോഡലായി മാറുന്നു. ഈ ഒരവസ്ഥയിൽ നിന്ന് റബ്ബിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്നു, വഅനീബൂ ഇലാ റബ്ബിക്കും, നിങ്ങൾ റബ്ബിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണം, റബ്ബിൻ്റെ ബോധത്തിലേക്ക്. എല്ലാം ഏതൊരു ഗുണത്തിൻ്റെയും ഏതൊരു അനുകൂല സാഹചര്യത്തിൻ്റെയും പ്രതികൂല സാഹചര്യത്തിൻ്റെയും മുമ്പിൽ റബ്ബാണിതെല്ലാം. ഇതെല്ലാം റബ്ബിലൂടെയാണ് സംഭവിക്കുന്നത്. അവനാണിതെല്ലാം നമുക്ക് നിവർത്തിച്ചു തരുന്നത്. അവനിലേക്ക് മടങ്ങുകയല്ലാതൊരു മാർഗവുമില്ല. എല്ലാ സുഖ ദുഃഖങ്ങളും അവനിൽ സമർപ്പിക്കുക, പൂർണ്ണ സ്വതന്ത്രരാവുക. വാനീബൂ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ മടക്കം കുറിക്കണം. ആ ഫിത്രത്തിലേക്ക് തിരിച്ചു പോകണം. ആ കുഞ്ഞിനെ പോലെയുള്ള ബോധത്തിലേക്ക്, ആ ഫിത്രത്തിൻ്റെ അറിവിലേക്ക് നിങ്ങൾ മടങ്ങണം. വാസ്ലിമൂലഹു, അവന് എല്ലാം സമർപ്പിക്കുന്നവരാവുക. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്, ശിക്ഷ വന്നിറങ്ങുന്നതിന് മുമ്പ്. സുമ്മലാ തുൻസറൂൻ, പിന്നെ ആരും സഹായിക്കാനുണ്ടാകുന്നതല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ ബോധ്യപ്പെടാൻ നമുക്ക് അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിന് സമർപ്പിച്ചുകൊണ്ടുള്ള സുന്ദരമായ ആനന്ദം നിറഞ്ഞ ഒരു ജീവിതത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് സമർപ്പണമെന്നത് തുടർന്ന് നമുക്ക് കൂടുതൽ എന്തൊക്കെയാണ് റബ്ബിന് അവർ അർപ്പിക്കേണ്ടത്, കൂടുതൽ നമുക്ക് ആഴങ്ങളിലേക്ക് പരിശോധിക്കാനുണ്ട്. എല്ലാം അവസരം നൽകി, എല്ലാത്തിനും അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.